ചില്ലറക്കാരനല്ല ആയെങ്കിൽ കാപ്പ ചുമത്തും. പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ നടപടി തുടങ്ങി. ഇയാൾക്കെതിരെ 23 കേസുകൾ നിലവിലുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആയങ്കി കണ്ണൂരിലെത്തിയതെന്നും ഇയാൾക്ക് ലോഡ്ജിൽ താമസിക്കാൻ ചിലർ സഹായം ചെയ്തുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർജുൻ ആയങ്കിയെ സഹായിച്ചവർക്കായും പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം ആയങ്കിയുടെ FB പേജ് കൈകാര്യം ചെയ്തിരുന്നതായി കരുതുന്ന വിഷ്ണുവും ഒളിവിലാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നത്. ബൈജു, ഇന്നലെ പുലർച്ചെ 2:30 ഇദ്ദേഹം അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ നല്ല രീതിക്കുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു. നാടകീയമായാണ് പിടികൂടാൻ ഇടയായത്. എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ? സാറ, അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അതായത് ബുധനാഴ്ചയാണ് അർജുൻ ആയങ്കി കണ്ണൂരിലെത്തുന്നത്. പിന്നീട് വ്യാഴാഴ്ച മുഴുവൻ സുഹൃത്ത് പ്രണവും അതുപോലെ തന്നെ കുട്ടൻ ഇവർക്ക് ഒപ്പം കാറിനകത്ത് തന്നെ ഇരിക്കുന്നു. ഇവർ സോളാർ ഇൻസ്റ്റലേഷൻ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ 3 ഇടങ്ങളിലായി ഇവർ ഈ ഒരു ജോലി സ്ഥലത്തെത്തുമ്പോഴും അർജുൻ ആയങ്കി അവരുടെ കാറിനകത്തുണ്ടായിരുന്നു. അതായത് നഗരത്തിനോട് തൊട്ട് കുട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയായിരുന്നു അർജുൻ ആയങ്കി ഉണ്ടായിരുന്നത്. പോലീസ് നാടുനീളെ അർജുൻ ആയങ്കിക്കായി പരിശോധന നടത്തുമ്പോഴും കാറിനകത്ത് കുട്ടന്റെയും അതുപോലെ തന്നെ പ്രണവിന്റെയും കാറിനകത്ത് സുരക്ഷിതമായിരിക്കുകയായിരുന്നു. പിന്നീട് വ്യാഴാഴ്ച മുഴുവൻ ഇങ്ങനെ ഇരുന്ന് വ്യാഴാഴ്ച രാത്രിയോടുകൂടി തളിപ്പറമ്പിലെ ലോഡ്ജിലെത്തുന്നു. വെള്ളിയാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ച ഉച്ചവരെയും ഇതേ ലോഡ്ജിനകത്ത് ഈ അർജുൻ ആയങ്കി കഴിയുന്നു. ഇതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന കൃത്യമായ വിവരം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ പ്രണവ് എന്ന് പറയുന്ന ഇയാളുടെ സുഹൃത്ത്, അതോടൊപ്പം വിഷ്ണു എന്ന് പറയുന്ന സുഹൃത്ത്, ഇവർ 2 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വിഷ്ണു ആണ് ഇതിൽ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടാൻ കൂടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം പ്രണവും ഇത്തരത്തിൽ ഫേസ്ബുക്ക് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ പിടികൂടാനുണ്ട്. അതിൽ പ്രണവ് കസ്റ്റഡിയിലായതായൊക്കെ സൂചനയുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ പാർട്ടി ഗ്രാമങ്ങളിലെത്തി അവിടെ അഭയം പ്രാപിക്കാനായിരുന്നു അർജുൻ ആയങ്കി ആദ്യം ശ്രമിച്ചത്. പക്ഷേ അതേ ദിവസം തന്നെ ഉന്നത നേതാക്കൾ, അതായത് MV ഗോവിന്ദനും MV ജയരാജനും പിണറായി വിജയനും മുതിർന്ന നേതാക്കൾ അർജുൻ ആയങ്കിയെ തള്ളിക്കൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടി പാർട്ടി ഗ്രാമങ്ങൾ അർജുൻ ആയങ്കിയെ പൂർണ്ണമായും കഴിയൊഴിയുന്നു. അങ്ങനെയാണ് പിന്നീട് തളിപ്പറമ്പിലെ ലോഡ്ജിൽ താമസിക്കേണ്ട ഒരു സാഹചര്യം ഇയാൾക്കുണ്ടാകുന്നത്. ഏതായാലും ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ, ഇത്തരത്തിൽ കാറുകൾ മാറി മാറി നൽകി യാത്ര ചെയ്യാൻ സഹായിച്ചവർ, ഇവരെല്ലാം പിടികൂടാൻ തന്നെയാണ് ഇപ്പോൾ കണ്ണൂരിലെ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ തന്നെ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തുന്ന നടപടികൾ ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഇയാളുടെ കേസ് ഹിസ്റ്ററികൾ അത് കൃത്യമായി പുറത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ 23 കേസുകൾ, 2 വധശ്രമ കേസുകൾ ഉൾപ്പെടെ 23 കേസുകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ കാപ്പ ചുമത്താനുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് മുന്നോട്ട് കൊണ്ടുപോകും. ഇതിനിടയിൽ തന്നെ കോതമംഗലത്തും ഊന്നുകലിലും ഈ 2 പോലീസ് സ്റ്റേഷനിലുള്ള കേസുകളിൽ ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി പ്രൊഡക്ഷൻ വാറന്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. എന്തായാലും കാപ്പ ഉടനെ ചുമത്തിയേക്കും. അത്തരം നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. മറ്റ് 2 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ 2 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളും ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും നിലവിൽ തലശ്ശേരി സബ് ജയിലിലാണ് കണ്ണൂർ ഈ അർജുൻ ആയങ്കി ഉള്ളത്. ഏതായാലും ഇയാൾ അടുത്തെങ്ങും പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ കൃത്യമായി പൂട്ടിടാൻ തന്നെയാണ് ഇപ്പോൾ കേരള പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. സാർ, ഒപ്പം ബൈജു, ഇയാളിപ്പോൾ റിമാൻഡിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുമോ? തീർച്ചയായും അത് അഭിഭാഷകർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കണ്ണൂർ സൈബർ ക്രൈം ചെയ്ത കേസിൽ ജാമ്യാപേക്ഷ നൽകാത്തതിനെ തുടർന്നാണ് ഇയാൾ റിമാൻഡിലാകുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ആയിരിക്കുന്നത്. അതിൽ പ്രധാനമായ കാരണം മറ്റ് 2 കേസുകളിൽ കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അത് കോതമംഗലം CI അതുപോലെ തന്നെ ഊന്നുകൽ CI, ഈ 2 CIമാർക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസാണ്. അങ്ങനെ ഒന്നിച്ച് ഈ എല്ലാ കേസുകൾക്കും ജാമ്യാപേക്ഷ നൽകാനാണ് അഭിഭാഷകരുടെ നീക്കം. പക്ഷേ അത് കൃത്യമായി തടയിട്ടുകൊണ്ട് ഈ കേസുകളിലെല്ലാം ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കാപ്പ ചുമത്തുക, ഇയാളെ ജയിലിലേക്ക്
കുറെ കാലമായുള്ള ജയിലിലേക്ക് അടക്കുക. അതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതായത് 6 മാസത്തിനകം ഇയാൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ്, പരാതി ഉള്ള ക്രിമിനൽ കേസ് ഉണ്ടാകണം. അതോടൊപ്പം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിരിക്കണം. ഇത് കൃത്യമായി ഇയാളുടെ ഈ കേസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് കാപ്പ ചുമത്തി കരുതൽ തടങ്കലിൽ വെക്കുക, അതല്ലെങ്കിൽ നാട് കടത്തുക. ഇതാണ് 2 വഴികളുള്ളത്. അതിൽ കരുതൽ തടങ്കലിൽ വെക്കുക എന്ന ഒരു നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം നടപടികൾ അത് പോലീസ് മേധാവിമാരാണ് ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അങ്ങനെ ജില്ലാ കലക്ടർമാരാണ് ഇതിൽ ഒരു അനുമതി നൽകേണ്ടത്. ആ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ കൂട്ടാളികളെ പിടികൂടാനുണ്ട്. കാരണം കൊട്ടേഷൻ ടീം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, കോഴിക്കോട് ഇയാൾക്ക് ജാമ്യം എടുക്കാൻ വന്നത് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളാണ്. അങ്ങനെ ഇയാളുമായി കൃത്യമായി ഇടപാടുള്ള, ഇയാളെ സഹായിക്കുന്ന, പണമായും വാഹനമായും ഒളിവിൽ കഴിയാനും ഒക്കെയായി സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെല്ലാം വലിയ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട കൊട്ടേഷൻ ഗുണ്ടാംഗങ്ങളും മറ്റുമാണ്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇയാൾക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം കൃത്യമായി വാഹനങ്ങൾ ഏർപ്പെടുത്തി വാഹനത്തിനകത്ത് ഇരുത്തി ഒളിവിൽ കഴിയാൻ സഹായിച്ചു. പിന്നീട് തളിപ്പറമ്പിൽ കൊണ്ട് അവിടെ ഒരു ലോഡ്ജിൽ എത്തിക്കാൻ സഹായിച്ചു. ഈ 2 പേർ, പ്രണവും കൂട്ടരും, ഇവരെ പിടികൂടേണ്ടതുണ്ട്. CPM ഇയാളെ തള്ളി പറഞ്ഞിരുന്നു. എന്നാലും ഇന്നലെ ADGPയുടെ ഭാഗത്തു നിന്ന് സ്പോൺസർമാർ എന്നൊരു പദം വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും നിരീക്ഷണത്തിലുണ്ടോ? തീർച്ചയായും അത് പോലീസിന്റെ നിർണായക നീക്കങ്ങൾ, അങ്ങനെ ഒരു നിർണായക നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. അതായത് ഇയാൾക്ക് പണം എത്തിച്ചു കൊടുക്കുക, മാത്രമല്ല ഇയാൾ ആർക്കു വേണ്ടിയാണോ ഇങ്ങനെ വഴിവിട്ട അല്ലെങ്കിൽ പോലീസിന്റെ നിയമവാഴ്ചയൊക്കെ വെല്ലുവിളിക്കുന്ന ഈ കാര്യങ്ങൾ നടത്തിയത്, അത് പോലീസ് കേന്ദ്രീകരിച്ച് നടത്തുന്നു. പക്ഷേ അതിനെല്ലാം അവരിലേക്ക് എത്തണമെങ്കിൽ ഇയാളുടെ മൊബൈൽ ഫോൺ വളരെ പ്രധാനമാണ്. ആ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. ഇയാൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു മൊബൈൽ ഫോൺ അത് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇയാളെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കോടതിയിൽ മജിസ്ട്രേറ്റിനോട് ആവശ്യപ്പെട്ടുള്ളത്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ മൊബൈൽ ഫോൺ ലഭിച്ചാൽ മാത്രമേ അത്തരം ഉന്നത കേന്ദ്രങ്ങളിലേക്ക് എത്തും. കാരണം ഇയാൾക്ക് ഉന്നതമായ ബന്ധമുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള സഹായമുണ്ട് എന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം 23 കേസുള്ള ഒരാൾ കഴിഞ്ഞ 10 വർഷമായി ഇത്തരത്തിൽ നിരന്തരം പാർട്ടി പ്രതിരോധത്തിലാകുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഇയാളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടപെടൽ, അതോടൊപ്പം ഒരു ഭാഗത്ത് ക്രിമിനൽ പ്രവർത്തനങ്ങൾ, അത് കൊട്ടേഷൻ ആകട്ടെ അല്ലെങ്കിൽ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പെടുന്ന സാഹചര്യം, അങ്ങനെ ഇയാളെ കൃത്യമായി സഹായിക്കുന്ന പാർട്ടി ഉന്നത കേന്ദ്രങ്ങളുണ്ട്. ആ കേന്ദ്രങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഇയാൾ ഉപയോഗിച്ചിരുന്ന ഫോൺ, ഇതിൽ പല തെളിവുകളും ഇയാൾ നേരത്തെ തന്നെ നശിപ്പിച്ചിരുന്നു. ഈ ഫോൺ ഇയാളുടെ കയ്യിലില്ല കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. കാരണം പോലീസ് പിടികൂടുമെന്ന് ഇയാൾക്ക് കൃത്യമായി അറിയാം. വെല്ലുവിളിച്ച് പരിഹസിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഇയാൾ ഇത്തരം തെളിവുകളെല്ലാം കൃത്യമായി അത് മറച്ചു വെച്ചിട്ടുണ്ട്. ആ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ അങ്ങനെ നിർണായകമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കും. അതും പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഇയാൾ ഫോൺ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസിന്റെ പ്രധാനമായ ശ്രമം. അതിന് അർജുൻ ആയങ്കി കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം, കസ്റ്റഡി അപേക്ഷ ഒരുപക്ഷെ ഇന്ന് നൽകിയേക്കാം. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഇയാളുടെ മൊബൈൽ ഫോൺ കണ്ടെത്തും. മാത്രമല്ല കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യും. ആരൊക്കെ ഇയാളുടെ സംഘത്തിലുണ്ട്, ഇയാൾ ഏറ്റവും ഒടുവിലായി 5-ാം തീയതി വന്നപ്പോൾ ഈ ഇയാളുടെ നീക്കങ്ങളിൽ മറ്റ് സഹായം ചെയ്ത ആളുകളുണ്ടോ എന്നതൊക്കെ പോലീസിന് അന്വേഷിക്കേണ്ടത്. നിലവിൽ ഈ പ്രണവും കുട്ടനെയാണ് ഇപ്പോൾ കണ്ടെത്തേണ്ടത്. കാരണം ഇവരുടെ വാഹനത്തിൽ ഒരു ദിവസം മുഴുവൻ അർജുൻ ആയങ്കി കഴിയുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം ഈ ഒളിവിൽ പോയതിനു ശേഷം ഇയാളെ വാഹനത്തിൽ അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ച ആളുകൾ. എന്തായാലും നിർണായക നീക്കം നടക്കും. ഇതിലൊരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് പി വിജയൻ, നമുക്കറിയാം കേസുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത്.